ഇന്ത്യൻ കാർ ഇൻഡസ്ട്രിയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇലക്ട്രിക് കാറുകളുടെ ലോഞ്ചിനെ തീരുമാനിക്കുന്നത് വാഹന നിർമ്മാണ കമ്പനികളുടെ പ്ലാനിങ്ങോ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ കൊണ്ടോ മാത്രമല്ല, മറിച്ച് ചൈനയാണ് അത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഇന്ത്യയിൽ ലോഞ്ചാകുന്ന ഇലക്ട്രിക് കാറുകളെ ചൈന എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇലക്ട്രിക് വാഹനങ്ങളിൽ മോട്ടോർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണന്റ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പെർമനന്റ് മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്ന മോട്ടോറുകളിൽ നിയോഡീമിയം എന്ന റെയർ എർത്ത് എലമെന്റ്സ് യൂസ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക് മോട്ടോഴ്സിൽ ഈ ഒരു എലമെന്റ് ഉണ്ടാകും. മോട്ടോറുകൾ ഫ്രിക്ഷൻ ഇല്ലാതെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും എഫിഷ്യന്റ് ആയിട്ട് റണ്ണാകുന്നതിന് വേണ്ടിയും ഈ റെയർ എർത്ത് മെറ്റൽസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇന്ത്യയിലുള്ള ഒട്ടുമുക്കാൽ വാഹന നിർമ്മാണ കമ്പനികളിലും അവരുടെ EV വാഹനങ്ങളിൽ അവർ യൂസ് ചെയ്യുന്നതും ഈ റെയർ എർത്ത് മെറ്റീരിയൽ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റയും മഹീന്ദ്രയും മാരുതി സുസുക്കിയും ഒക്കെ ഈ റെയർ എർത്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളിൽ വളരെയധികം ആവശ്യമുള്ള ഈ റെയർ എർത്ത് എലമെന്റ്സ് 90% ചൈനയിൽ നിന്നുമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ അടുത്തിടെ നടന്ന US ചൈനീസ് ട്രേഡ് വാറിൽ ചൈന ഒരു പുതിയൊരു നിബന്ധന വച്ചിരുന്നു. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഏതൊരു നിർമ്മാണ കമ്പനിയും എന്തിനു വേണ്ടിയാണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചൈനീസ് ഗവൺമെന്റിന് നൽകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഈ പേപ്പർ വർക്കിന് വേണ്ടി ധാരാളം ഇന്ത്യൻ കമ്പനികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇമ്പാക്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാരുതി സുസുക്കി എന്ന ബ്രാൻഡ് അവരുടെ ഫസ്റ്റ് EV കാറായിട്ടുള്ള ഈ വിറ്റാരയെ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി റെഡിയായിക്കൊണ്ടിരുന്നു. സെപ്റ്റംബർ മാസം വരേക്കും 26,512 കാറുകളായിരുന്നു മാരുതി സുസുക്കി എന്ന ബ്രാൻഡ് പ്ലാൻ ചെയ്തിരുന്നത്. ചൈനയുടെ ഈ റീസെന്റ് റെസ്ട്രിക്ഷൻ കാരണം ഇപ്പോൾ ഈ ടാർഗറ്റ് വെറും 8,000 കാറുകളായി കുറഞ്ഞു. ഇത് മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര പ്ലാനിൽ 3 മടങ്ങ് കുറവാണ്. ഇതുപോലെ തന്നെ ടാറ്റ, മഹീന്ദ്ര പോലുള്ള മറ്റു ബ്രാൻഡുകളിലും മെറ്റീരിയൽ ഷോർട്ടേജ് ഏർപ്പെടും. ഈ കാരണം കൊണ്ട് തന്നെ അവർ അടുത്തടുത്തായി പ്ലാൻ ചെയ്തിരുന്ന പുതിയ കാറുകളൊന്നും ലോഞ്ച് ചെയ്യാൻ സാധിക്കില്ല. 4 വീലേഴ്സിന് മാത്രമല്ല ഈ പ്രശ്നം ഏർപ്പെടുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചേഴ്സിനെല്ലാം ഈ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായി വരും. 2020 കോവിഡ് മഹാമാരി വന്നതിനു ശേഷം സെമി കണ്ടക്ടർ ഷോർട്ടേജ് എന്നുള്ള ഒരു വലിയ പ്രശ്നത്തെ നമ്മൾ കണ്ടിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ഇൻഫോടൈൻമെന്റ്, ചിപ്സെറ്റ് ഇഷ്യൂ പോലുള്ള പലതിനെയും വാഹന നിർമ്മാണ കമ്പനികൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ആ കാരണം കൊണ്ട് തന്നെ പല ബ്രാൻഡുകൾക്കും പല ഫീച്ചേഴ്സിനെയും വെട്ടിക്കുറയ്ക്കേണ്ടതായി വന്നു. അത് ഫീച്ചേഴ്സ് ആയതുകൊണ്ട് മാത്രം കോംപ്രമൈസ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ മോട്ടോർ പോലുള്ള ക്രിട്ടിക്കൽ കോമ്പോണന്റിൽ ഈ ഒരു പാർട്ട് ഇല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന നിലയിലേക്കും ആ പ്രശ്നം വളരും. ഇതിന് മറ്റൊരു മാർഗമില്ലേ എന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഇപ്പോൾ റെയർ എർത്ത് മൈനിങ്ങും റിഫൈനിങ്ങും റീസൈക്കിൾ ചെയ്യുന്നതിനുള്ള എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടെന്നും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ജപ്പാൻ, ഓസ്ട്രേലിയ, വിയറ്റ്നാം പോലുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ആൾട്ടർനേറ്റീവ് സപ്ലയറിനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇതുവരെയും ചൈനയാണ് 90% റെയർ എർത്ത് മെറ്റീരിയൽസ് നൽകുന്നത്. ഏതൊരു തരത്തിലുള്ള റിസോഴ്സിനെയും ഒരു കൺട്രിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യരുത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. ഇതേപ്പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.